മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് നമ്മുടെ കൂടെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് ഷാജോൻ ചേട്ടനാണ്. സോ ചേട്ടാ വെൽക്കം. സോ ഫസ്റ്റത്തെ ഇതിൽ ഫീൽഡിങ്ങിന് ഇറങ്ങിയത് നിങ്ങളുടെ ടീമാണ് അല്ലേ? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു നിങ്ങളുടെ ടീം ആൻഡ് ഭയങ്കരമായിട്ട് കളിച്ചു. സോ നിങ്ങൾ ജയിച്ചു, കളിച്ചു. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം കുറെ നാളായിട്ട് നമുക്ക് മായ്ക്ക് ഒരു ക്രിക്കറ്റ് ടീം ഉള്ളതാണ്, പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ മെമ്പേഴ്സിനെയും കൂടെ സെക്രട്ടറിയും കൂടെ. അതെ, ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അസോസിയേഷന്റെ. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് കുറെ നാളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണ് എല്ലാം കൂടെ ഒത്തു വന്നത്. അപ്പൊ എന്തായാലും നമ്മളുമായിട്ട് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ലീഗ് നടത്താൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ് ഷാജോൻ ചേട്ടൻ. മൂവിയിൽ ബിസിയാണ് ആൻഡ് ഇപ്പൊ ഇവിടെ ലീഗിൽ ബിസിയാണ്. യു ആർ എൻഗേജ്ഡ് ഇൻ എവറിത്തിങ്. ഹൗ യു മാനേജ് ദിസ് വൺ ആൻഡ് മൂവി? ഇല്ല, ബിസി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇഷ്ടം കൊണ്ട്. അതെ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി വേണമല്ലോ. നമ്മൾ അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോബ് കൂടിയാണ്. അപ്പോൾ അതുള്ളപ്പോൾ നമ്മൾ അതിനുവേണ്ടി നിൽക്കുന്നു. അതല്ലാത്തപ്പോൾ ഇതേപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവണം. കാര്യം നമ്മുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ പ്രോഗ്രാംസിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് അവർക്കൊരു എന്റർടൈൻമെന്റ്സ് വേണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സെക്രട്ടറിയും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഒരു ചുമതല കൂടിയാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ലൈക്ക് ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയില്ല. നമ്മൾ കളിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനൊന്നും അങ്ങനെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒന്നും അത് നമ്മള് നമ്മൾ ഇതല്ല, നമ്മൾ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. അങ്ങനെ നേരത്തെ ഗ്ലാമർ ഇല്ലാന്നല്ല, അങ്ങനല്ല. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ചെങ്കിലും ഉണ്ടല്ലോ, അത് വലിയ ആശ്വാസം. ഇനി എന്റെ സൈഡിൽ കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പം ഉടനെ തന്നെ ദൃശ്യം 3 റിലീസ് ആവുകയാണ്. സോ ഹൗ യു ഫീൽ? ഞാനും വെയിറ്റിംഗ് ആണ്. ഈ പറയുന്ന പോലെ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അതിലും ഞങ്ങൾക്ക് ക്രൂവൽ ആയിട്ടുള്ള ഒരു ഷാജോൻ ചേട്ടൻ അതിൽ ഞാനില്ല, അതാണ് അതില് സഹദേവൻ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ഞാനും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. നിങ്ങളും കാണുക, ഞങ്ങൾ ഉറപ്പായിട്ടും കാണും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ കണ്ടിട്ട് ഇനി കാണുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണം ദൃശ്യയെ കുറിച്ച്. ഇനി എന്തെങ്കിലും പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ റൂം നമ്പർ 9 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഗദീഷ് ജഗദീഷ് ചേട്ടനും ഉർവശിച്ചും കൂടെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പടമാണ്. അതാണിപ്പം ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അടുത്ത സിനിമകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. എന്തായാലും നന്നായിട്ട് കളിക്കുക. താങ്ക് യു. സോ ഹാപ്പി. താങ്ക് യു.